നമസ്കാരം, എല്ലാവർക്കും വിയർ ലൊക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇതും കോഴിക്കോട് തന്നെയാണ്. നമ്മൾ കോഴിക്കോട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? പയ്യാനക്കൽ. പയ്യാനക്കലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ പുറകെ കണ്ടോ, നമ്മൾ അഞ്ഞൂറാൻ്റെ വീട്ടിലാണ്. നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിലെ ആ പ്രധാനപ്പെട്ട ആ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിരുന്നില്ലേ, ആ ഗേറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ഗേറ്റൊക്കെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ആ ഒരു സിനിമ മാത്രമല്ല, ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ ഗോഡ് ഫാദർ ആണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. പോരാത്തതിന് ഗോഡ് ഫാദറിൻ്റെ ഒരു ഭയങ്കര റെക്കോർഡും കൂടെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ ഓടിയ സിനിമ, അതായത് 404 ദിവസം ഓടിയ സിനിമയാണ് ഗോഡ് ഫാദർ. കൂടാതെ 1991 ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇന്നേക്ക് 29 വർഷമായി ഈ സിനിമ ഇറങ്ങിയിട്ട്. സിനിമയുടെ റെക്കോർഡ് വേറൊരു സിനിമ അതെ പൊട്ടിച്ചിട്ടില്ല. അത്രയും കാലം ഓടിയ ഒരു സിനിമയാണ് നമ്മുടെ ഗോഡ് ഫാദർ സിനിമ. അപ്പോൾ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഒരു എന്താ പറയുക, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അഞ്ഞൂറാനുള്ള കഥാപാത്രം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേക കഥാപാത്രം എൻ പിള്ള സാർ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ഭംഗിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, വീടിൻ്റെ ഫ്രണ്ടിലാണ്, ആ വീടിൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് അഞ്ഞൂറാനും മക്കളുടെ ആജ്ഞകൾ അടിച്ചേൽപ്പിച്ചിരുന്ന അതുപോലെ ഒരു വേറൊരു സീനുള്ളത്. നമ്മളെ എൻ പിള്ള സാറും അതുപോലെ നമ്മുടെ അരിശേഷകൻ ചേട്ടനും കൂടെ ഇരുന്നിട്ട് എൻ പിള്ള സാറ് ചിരിച്ചിട്ടൊരു തുപ്പുന്നൊരു സീനുണ്ട്. അപ്പോൾ അരിശേഷകൻ ചേട്ടനോട് ചോദിക്കും, നീ എന്തിനാണ് തുപ്പിക്കുന്നത്? സാറിന് തുപ്പിയത് എൻ്റെ വായിലായിട്ട് അധികം തുപ്പിയാന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കോമഡി സീനൊക്കെ. പിന്നെ ഇങ്ങോട്ട് ഇരിക്കാൻ പറയുമ്പോൾ ഇറങ്ങി പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര എന്താ പറയുക, മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സീനാണ്. അതെ. ഈ മുറ്റം അത് ഈ ഭയങ്കര ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഫീൽ. കാരണം ആ ഒരു സിനിമയിൽ ഒരുപാട് സീൻസൊക്കെ നമുക്ക് ഓർമ്മ വന്നു. പിന്നെ എന്താ വെച്ചാൽ അത് അവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീട് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാറ്റമുള്ളത് ഈ ഭാഗത്തേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. കറക്റ്റ് ഈ വീട് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ. നമ്മൾ അന്ന് ആ സിനിമയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ അവസാനമായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ടൊവിനോൻ്റെ എടക്കാട് പറ്റിയിൽ നിന്നാണ് പടം. ടൊവിനോൻ്റെ വീടായിട്ട് കാണിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഈ മുറ്റത്താണ് ടൊവിനോ മരിച്ചു കിടക്കുന്നതും ടൊവിനോയുടെ ഡെഡ് ബോഡി കിടക്കുന്നതൊക്കെ ഈ മുറ്റത്താണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ത്യൻ റുപ്പിലെ ചില സീനുകളോടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പടങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു മറ്റേ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ് ഫാദറാണ്. ആ സിനിമയിലൂടെയാണ് ഈ വീട് ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഈ വീടിനെ കുറിച്ച് എടുത്തു പറയേണ്ട വേറൊരു കാര്യം, മനോഹരമായ അന്തരീക്ഷം കേട്ടോ. ചെടികളും എന്താ പറയുക, അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ശാന്തസുന്ദരമായ റോഡ് സൈഡ് ആണെങ്കിൽ സൈഡാണ്. പോരാത്തതിന് കണ്ടില്ലേ, ഈ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു മാവും അതിനോടനുബന്ധിച്ച് തണലും. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എന്താ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ചെടികളും കണ്ടോ. ഏത് വെയിലത്തും ഇവിടെ ഈ തണലുണ്ടാവും എന്നുള്ളതാണ്. കണ്ടോ എന്ത് രസമായിട്ട് ഇവിടെ. അടിപൊളിയായിട്ട് നമുക്ക് ഏത് നേരത്തും ഇവിടെ വന്ന് നിൽക്കാം. ഏത് വെയിലത്തും കണ്ടോ. എന്താ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അതോടൊപ്പം കണ്ടോ ഭയങ്കര രസമായിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാം, ചിലവഴിക്കാം. ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും പോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഒപ്പം ഒരു അടിപൊളി വീടും കണ്ടോ. ഇത് ഭംഗിയാ നോക്കി. നമ്മുടെ അഞ്ഞൂറാൻ്റെ വീട്.
മറക്കണോടോ എന്താണോ ഞാൻ മറക്കേണ്ടത്? ഡയലോഗ് മറക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ കേറി വാടാ മക്കളെ, കേറി വാടാ മക്കളെ, കേറി വാടാ മക്കളെ, കേറി വാ. അതുപോലെ നമ്മളെ കൊച്ചമ്മണി കുട്ടികളായിട്ട് കയറി വരുന്നത്. അതിൽ ഈ മാവ് കറക്റ്റായിട്ട് അതുപോലെ കാണിക്കുന്നുണ്ട്. ആ മാവ് അതുപോലെ ഇപ്പോഴും വർഷമായിട്ട് ആ മാവ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. അതെ, സമ്മതിക്കുന്നവരെ കാരണം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടുന്ന് നോക്കുമ്പോൾ സെയിം ഒരു മാറ്റമില്ല. അതെ അതെ, ഇതിലൂടെയാണ് KPC ലളിത ചേച്ചി ഞാൻ കൊച്ചമ്മണിയാണെന്നൊക്കെ പറഞ്ഞ് ഈ ബാഗിൽ മധുര വരെ അതിൽ കാണുന്നുണ്ട്. അതെല്ലാം കയറി വരുന്നത് ഇതിലൂടെയാണ്. ഇവിടെ നമുക്ക് ഈ ലൊക്കേഷൻ പരിചയപ്പെടുത്തി തന്ന 2 മച്ചാന്മാരുണ്ട്. ആ മച്ചാന്മാരെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. പേര് പറ. പേര് സനൽ. ശരത്. തന്നെ നമ്മുടെ കസിനാണ് കേട്ടോ. എന്റെ മാമനാണ്. എന്റെ മാമനാണ്. ഇതിന്റെ കസിനാണ് ശരത്ത്. ഇതിന്റെ അമ്മയുടെ കുടുംബമാണ്, ഇത് അച്ഛന്റെ കുടുംബമാണ്. കുടുംബക്കാരാണ്. ഇവരാണ് നമുക്ക് ഈ ലൊക്കേഷൻ കാണിച്ചു തന്നെ. ഇവര് ഇതാ ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടെ ഈ അടുത്തുള്ളത് തന്നെയാണ് ഇവര്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ലൊക്കേഷനൊക്കെ കാണിച്ചു തന്നുകൊണ്ട് ഭയങ്കര സന്തോഷം. താങ്ക് യു. നന്ദി മാത്രമേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. എല്ലാവരും ബൈ പറ. ബൈ.